അപ്പം നമ്മൾ അമ്മ അമ്പലത്തിൽ പോയി വരുമ്പോൾ കുറ്റിയമ്മര വാങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയില്ലല്ലോ കുറേ വാങ്ങണമെന്ന്. കുറ്റിയമ്മര വാങ്ങിയിട്ടുണ്ട്. മുളകും തക്കാളിയാണ് ഞാൻ പറഞ്ഞത്, വഴുതനി. അപ്പം അമ്മ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇതൊരു മുളക് തൈ, വേറെ നാടൻ മുളക് കേട്ടത്. അപ്പം അമ്മ അവിടെ ചക്ക ഇടാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏരി ഉണ്ടാക്കി. ഓ എൻ്റെ അമ്മ ഭയങ്കര റിച്ചായിട്ടാ. പിന്നെ അത് അവിടെ കളച്ചുകൊണ്ടിരിക്കുന്നു. ഷർട്ട് ഇടാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടാ, അല്ലച്ച കാണിച്ചേനെ. പക്ഷെ യൂട്യൂബിന് അത് ഇഷ്ടമല്ല. എന്താവോ യൂട്യൂബിന് ഡ്രസ് ഇടാത്തവരെ കാണിച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുന്നതാണ്. സ്ട്രൈക്ക്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇത് ഒരു കള ഇവിടെ കളക്കണോട്ടോ. അല്ല ചക്ക ഇടുന്നതേ അച്ചമ്മ പറയും, സീതേ നോക്കിയിട്ട് ചക്ക ഇട്ടോളൂന്ന്. ചക്ക വലിച്ചിടാൻ അമ്മ പണ്ട് എക്സ്പേർട്ടാണ്. നല്ല ഉയരമുള്ള പ്ലാവുമെന്നൊക്കെ അമ്മ കേറിപ്പോയി ചക്ക ഇടും. വലിയ തോട്ടിയുണ്ട് ഞങ്ങളുടെ വീട്ടില്. പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ തോട്ടി കൊണ്ടുപോവാ. അമ്മ ഭയങ്കര, ഞങ്ങളുടെ വീട് ഭയങ്കര റിച്ചാന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാരും തോട്ടി കൊണ്ടുപോവാ. അമ്മമ്മയുടെ ചോദിച്ചൊക്കെ ചാണം തോട്ടി ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാ കൊണ്ടുപോവാ. എല്ലാരും കേൾക്കുന്നില്ലേ? പിന്നെ ചക്കയൊക്കെ എന്തോ ഒരച്ചമ്മ ആൾക്കാർ കയറ്റി കൊണ്ടുകൊടുത്താണ്. ചക്ക, മുരിങ്ങക്കായ, തോട്ടി, പിന്നെന്താ ഇത് ഇരുമ്പാമ്പുളി, ചാണം, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ഒന്നുമില്ലയുടെ കൊണ്ടുപോകാ. ഇരുമ്പാമ്പുളിയൊക്കെ വെറുതെ ഉണ്ടായി കൊണ്ടുപോകണം. അപ്പം അത് അമ്മ നടാനായിട്ട് പോവാണ് കേട്ടോ. തിച്ചൂക്ക്. അയ്യോ ചൊറിഞ്ഞതാ. അയ്യോമ്മ ഒന്നുമില്ല ഗൈസ്, എൻ്റെ കാത് കുത്തി എൻ്റെ ഒരു പട്ടി ഷോ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും കുഴി അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട്. പിന്നെതാ നമ്മുടെ ഈ പുളിയുടെ ഇത് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അമ്മയുടെ കൊത്തമ്പന നടാനാണ്. അവിടെ പാല് കാച്ചി ഇവിടെ കല്യാണം. എന്താ സദ്യ വിളമ്പ? ഈ പറമ്പിൽ വന്നേക്കില്ല എൻ്റെ കാലിന് ഓരോന്ന് പറ്റി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കാല് ചെയ്ത് മടങ്ങി. മറ്റേതെങ്ങനെ അടുത്തതായി വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക്. അടുത്തത് എല്ലുപൊടി. ഒരെണ്ണം ഒടിഞ്ഞതുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ വരും. കാടും മുന്തി മുറിച്ച് കഴിഞ്ഞല്ലോ. ഇവരനെ വെട്ടി വീഡിയോ. നാല് തൈയുള്ളോ? 5 തൈ. 5 തൈയുള്ളോ? കുറ്റിയമര. ഇനി മുളകുകൾ.
മുളകുകൾക്ക് പാഴ്ചലി വെയിൽ മതിയിട്ടാ. ഇതൊന്നും കുഴിച്ചിടാനുള്ള സ്ഥലം പിന്നെ അന്വേഷിക്കണം. തക്കാളിക്കും വഴുതനയ്ക്കും വേറെ വേണ്ടി വരും. വേണം. തക്കാളിക്ക് നല്ല വെയിലുള്ള സ്ഥലം വേണം. മുളകിന് പകുതി വെയിൽ മതി. വഴുതനങ്ങയോ? വഴുതനങ്ങയ്ക്ക് കുറച്ച് വെയിൽ വേണം. ഏത് മുളകാ? ഗുണ്ടെന്നല്ലത്, ഗുണ്ടുമുളക്. അതായത് മറ്റേത് കൊണ്ടാട്ടം മുളകില്ലേ, നമ്മളവിടെ വെച്ച്. ഫ്രണ്ടിൽ വെച്ചത്. അപ്പോൾ ദാ നമ്മളിവിടെ എന്താണ് തക്കാളി വഴുതന നടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദാ വീണ്ടും അതേ സെയിം വളങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നു. മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലാച്ചാല് ഇടലുണ്ടാവില്ല. ഇല്ലെങ്കിൽ എല്ലുപൊടി ഇത്ര ധൈര്യത്തിൽ ഇടില്ല. അപ്പോൾ ദാ ഇവന്മാരെയും കൂടെ ഒന്ന് നടണം. ഇതാ ഇതിൽ 2 ആളുണ്ട്. ഓ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തക്കാളിക്ക് വെയിൽ വേണ്ടതുകൊണ്ട് കുറച്ച് വെയിലുള്ളിടത്താണ് നട്ടിരിക്കുന്നത്. ഞാൻ എന്താ പുളിയൊക്കെ തിന്നിയാണ് കേട്ടോ, പുളിയുടെ ഇല. അപ്പം നമ്മുടെ തക്കാളി സെറ്റാണ്. ഇപ്പോൾ വഴുതന നടാനുള്ള സ്ഥലം ഇപ്പോഴും തികഞ്ഞിട്ടില്ല. തക്കാളിക്ക് കണ്ണു പറ്റാണ്ടിരിക്കാൻ അവിടെ ഇടണം. അവിടെ മുളകിന് കണ്ണു പറ്റാണ്ടിരിക്കാൻ ഒരു വഴുതന. ഈ 3 ആളുണ്ട്. 3 ആള്. അപ്പം നമ്മൾ ഇവിടെ കുറച്ചും കൂടെ സ്ഥലമാക്കി. അമ്മേ തവളക്കുട്ടി ഇനി വീണ്ടും വളം കൊണ്ട് ഇട്ടിട്ട് ഇത് നടുന്നു. അതാണ് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കണു അല്ലേ, അത്രേ ഉള്ളൂ കേട്ടാ. അപ്പോൾ നമ്മുടെ അമ്മാമ്മ ചക്ക വെട്ടാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ അമ്മാമ്മ ചക്ക വെട്ടാൻ ഭയങ്കര വലിയൊരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ വെട്ടിയൊക്കെ കഴിഞ്ഞു. അത് പിന്നെ നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് അരിയും ചെയ്തു കേട്ടോ. അപ്പോൾ അരിയണത് വീഡിയോ എടുത്തിട്ടില്ല, നമ്മളിങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കി വെക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ചക്കുപ്പേരിയും കൂട്ടിയിട്ട് മഴയത്ത് ചക്കുപ്പേരി നല്ല ചൂട് ആവി പറക്കണ ചക്കുപ്പേരിയും കൂട്ടിന് എന്താ നമ്മുടെ കട്ടൻ ചായയും അങ്ങനെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാം. നമ്മുടെ ചക്കത കണ്ട വെട്ടി ചെറിയ ചെറിയ പീസുകളാക്കാണ് അരിഞ്ഞെടുക്കാൻ, പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റാനായിട്ട്. അപ്പോൾ നമ്മളൊരു ആദ്യം ഒരു പകുതി ഭാഗം ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഭാഗം അങ്ങനെ അമ്മ ഇവിടെ ഇരുന്ന് ചക്കയും ഇതൊക്കെ ഇപ്പം കഴിയോ? ഉപ്പേരിയൊക്കെ ഉണ്ടാവോ? ചായയും കുടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചക്ക? വെള്ളമൊന്നും കയറിയിട്ടില്ല. വെളുത്തുള്ളി ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് അമ്മ റെസിപ്പി പറയാ, ഉണ്ടാക്കണ റെസിപ്പി പറയാം. അമ്മ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല. പറഞ്ഞോ, എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം അരിഞ്ഞിട്ടിട്ട് ഉപ്പേരി വെക്കാന്നാണ് അമ്മാമ്മ പറയണത്. മുഴുവൻ കുത്തിപ്പൊടിച്ച് അപ്പോൾ ഉണ്ടാക്കണൊരു ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടാട്ടാ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എല്ലാവരും ചെയ്യണ തന്നെ. അപ്പോൾ അതാ നമ്മുടെ നല്ല ആവി പറക്കണ ചക്കപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് കൂട്ടി നമ്മൾ നല്ല ഇവിടെ മഴ തൂളുന്നുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഫീലല്ലേ മഴയത്ത് ചക്കപ്പേരിയും കട്ടൻ ചായയും കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.